ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗർഭകാലത്ത് ഗർഭിണികൾ ഇടതുവശം ചേർന്ന് ഉറങ്ങണം. കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭകാലത്ത് പലർക്കും ഉറക്കം കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട്. പ്രത്യേകിച്ചും ആദ്യ ട്രൈമസ്റ്ററിൽ. അത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഗർഭത്തിൻ്റെ ആദ്യ 3 മാസങ്ങളിൽ പലപ്പോഴും പല വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ സംഭവിക്കുന്നുണ്ട്. ദഹനക്കുറവ്, ഛർദി, ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക, നെഞ്ചരിച്ചൽ ഇവയെല്ലാം പലപ്പോഴും നിങ്ങളുടെ ഉറക്കത്തെ ഇല്ലാതാക്കുന്നുണ്ട്. 78% ഗർഭിണികളും ഗർഭകാലത്ത് അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഉറക്കമില്ലായ്മ. എന്തൊക്കെ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? എത്രയൊക്കെ ക്ഷീണമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പിന്നിൽ പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. എപ്പോഴും ക്ഷീണം തോന്നുന്ന അവസ്ഥയാണ് നിങ്ങളിൽ പലപ്പോഴും ഗർഭകാലത്ത് ഉണ്ടാവുന്നത്. എന്നാൽ ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഉറങ്ങാം എന്ന് വെച്ചാൽ ഉറക്കം വരാത്ത അവസ്ഥയും പല ഗർഭിണികളിലും ആദ്യ മാസങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഗർഭത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ പ്രൊജസ്ട്രോണിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാവുന്നത്. അതുകൊണ്ട് ഇത് അത്ര വലിയ പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല. ഹോർമോൺ മാറ്റങ്ങൾ ഗർഭകാലത്ത് ഉണ്ടാവുന്നത് വളരെയധികം സാധാരണയാണ്. ഗർഭിണിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ഹോർമോൺ മാറ്റങ്ങൾ പലപ്പോഴും സ്തനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയറ്റിലും ചെറിയ രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക ഗർഭകാലത്ത് സാധാരണമാണ്. ഗർഭപാത്രത്തിൻ്റെ വലിപ്പം ഓരോ ദിവസവും വർദ്ധിക്കുന്നതിലൂടെ അത് പലപ്പോഴും നിങ്ങളുടെ ബ്ലാഡറിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ സാധാരണ ഗർഭാവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. ഇത് ഇടയ്ക്കിടെ മൂത്രശങ്ക ഉണ്ടാക്കുന്നതിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മാത്രം വെള്ളം കുറച്ച് കുടിക്കുക. എന്നാൽ പകൽ നേരങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കാനും ശ്രമിക്കണം. മനം പുരട്ടൽ സാധാരണ ആദ്യ ട്രൈമസ്റ്ററിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ ഉറക്കത്തെ ഇല്ലാതാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിൻ്റെ ഫലമായി പലരിലും പ്രമേഹത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം. ഇതിന് പരിഹാരം കാണുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ഹെർബസ് മണപ്പിക്കുന്നത് നല്ലതാണ്. നെഞ്ചരിച്ചൽ പലപ്പോഴും നിങ്ങളിൽ ഉറക്കമില്ലായ്മ പോലുള്ളവ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമുക്ക് ഗർഭകാലത്ത് അല്പം ശ്രദ്ധിക്കാവുന്നതാണ്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ഭക്ഷണ കാര്യത്തിൽ അലസത കാണിക്കരുത്. ഇത് പലപ്പോഴും നെഞ്ചരിച്ചിൽ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കരുത്. മാത്രമല്ല, ഭക്ഷണം കഴിച്ച് ഒരു കാരണവശാലും മലർന്ന് കിടന്ന് ഉറങ്ങരുത്. ചരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നതാണ് നിങ്ങളുടെ ഗർഭകാലം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നത്. ഇടതുവശം ചേർന്ന് കിടക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. വലതുവശം ചേർന്ന് കിടക്കുന്നത് നിങ്ങളുടെ കരളിന് ചെറിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഇടതുവശം ചേർന്ന് കിടക്കുന്നതിലൂടെ അത് ഗർഭപാത്രത്തിലെ കുഞ്ഞിന് ആവശ്യത്തിന് ഓക്സിജനും പ്ലാസൻ്റ വഴി ലഭിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് വലതുവശം ചേർന്ന് കിടക്കാവുന്നതുമാണ്. മലർന്ന് കിടന്നുറങ്ങുന്നത് ഗർഭകാലത്ത് നല്ലതല്ല. ഇത് നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ പ്രഷറും വളരുന്ന കുഞ്ഞിൻ്റെ പ്രഷറും പലപ്പോഴും നിങ്ങളുടെ പുറംഭാഗത്തെ പേശികൾക്ക് കൂടുതൽ സമ്മർദ്ദം നൽകുന്നു. ഇത് പലപ്പോഴും പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾക്ക് തടസ്സവും അതിലൂടെ നിങ്ങൾക്ക് പുറംവേദന ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്.
താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.